അപ്പൊ ഇവർക്ക് എന്ത് പാരമ്പര്യമുള്ളത്? കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യം പറയാൻ ഇവർക്ക് എന്ത് അവകാശം? ശംസുൽ ഇ.കെ. ഉസ്താദിന്റെ പാരമ്പര്യം പറയാൻ എന്ത് അവകാശം? അതാണ് നേരത്തെ മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് അവർ പറഞ്ഞത്, ഒരു തരം വട്ട് കമ്പനി. നിങ്ങൾക്കറിയുമോ, ഈ വിദ്യാഭ്യാസ സ്ഥാപനം മുടക്കാൻ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന പാവപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം നൽകുന്ന ഇതിന്റെ വെളിപ്പാടകലെയുള്ള ഈ നോളേജ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തൽ ചെയ്യുവാൻ സ്റ്റേക്ക് വേണ്ടിയിട്ട് സമസ്തയിൽ നിന്ന് വലിച്ച 25 ലക്ഷത്തിന് ആര് മറുപടി പറയും? 25 ലക്ഷത്തിന് ആര് മറുപടി പറയും? നിങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ഷീറ്റ് ഇറക്കിയിരിക്കുന്നല്ലോ, ഒരു പുതിയ ഷീറ്റ് നിങ്ങൾ ഇറക്കിയിരിക്കുന്നു. 100 രൂപയുടെ പുതിയ പിരിവുമായിട്ട് ഞാൻ എന്റെ സദസ്സിലുള്ള സഹോദരങ്ങളോട് പറയുന്നു, ദഅവത്തിനൊരു കൈത്താങ്ങി എന്ന വ്യാജേനയാണ് ഈ പിരിവ് നടത്തുന്നത്. ദഅവത്തല്ല നടത്തുന്നത്. നിങ്ങൾക്ക് ഇത്രയേറെ മദ്രസയുണ്ടായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി സമസ്തയുടെ ഫണ്ടിൽ കിടന്നിട്ട് എത്ര പാവപ്പെട്ടവർക്ക് നിങ്ങൾ വീട് നിർമ്മിച്ചു നൽകി, എത്ര പാവപ്പെട്ടവർക്ക് നിങ്ങൾ കുടിവെള്ളം നൽകി, എത്ര പാവപ്പെട്ടവർക്ക് നിങ്ങൾ മെഡിസിൻ നൽകി. ഒന്ന് വെളിപ്പെടുത്തൂ, നിങ്ങൾ ഒന്ന് വെളിപ്പെടുത്തൂ. നിങ്ങളുടെ സമസ്തയുടെ ഫണ്ട് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ പാവപ്പെട്ട പ്രവർത്തകന്മാരെ കള്ളക്കേസിൽ കൊടുത്തിയിട്ട് നിങ്ങളുടെ പ്രതികളെ രക്ഷപ്പെടുത്താനാണെങ്കിൽ ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, ദുനിയാവിലെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെട്ടാലും ആഖിറത്തിലെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന വസ്തുത നിങ്ങൾ മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നയാകാശ് അവരുടെ മദ്രസയിലാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതെങ്കിലും ഒരു നയാകാശ് പള്ളി പൊടിക്കാൻ കൊടുക്കരുത്. അതുപോലെ തന്നെ പാവങ്ങളെ കൊല്ലാൻ കൊടുക്കരുത്. അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ദഅവത്താണ്? ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് ഇതിന്റെ ചെയർമാനായിട്ട് കാണുന്നത്. ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾക്ക് നൽകുന്ന സകലാദരവുകളും വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കരുതായിരുന്നു എന്ന് ഞങ്ങൾ വേദനയോടെ ഓർക്കുകയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിന്റെ ചെയർമാനാകില്ലായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ മാതൃകാ കുടുംബം ഇനിയും പുലർത്തും തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുക കൂടെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വഞ്ചിതരാകരുത്. ഇവർക്ക് ഇപ്പോഴത് സമസ്തയല്ല, ഇങ്ങനെയുള്ള ദഅവത്തുമല്ല. ഇവര് എന്താണോ AP ഉസ്താദ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത്, അതിനെങ്ങനെ മുടക്കുണ്ടാക്കാൻ പറ്റും? അതാണ് ഇവരുടെ എല്ലാ സമയത്തുള്ള പണി. എന്നിട്ടിപ്പോ സുബ്ഹാനല്ലാഹ്, ഇടക്കിടക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ പറയേണ്ടത് സമസ്ത കേരള താക്കീതുൽ ഉലമ എന്ന് പറഞ്ഞു. അനന്യ താക്കീത. ഞാൻ വിചാരിച്ചപ്പോ ഈ പരിപാടി നടക്കാൻ സാധ്യത ഉണ്ടാവില്ല. ഇന്ത്യ കാരണം 30-ാം തീയതിക്ക് ശേഷമല്ലേ ഈ പരിപാടി. 30-ാം തീയതി വൻ അട്ടിമറിയാണ്. ചെക്കന്മാരൊക്കെ ബൈക്കിലൊക്കെ എണ്ണടിച്ചു വെച്ചു. ഞാൻ ചോദിച്ചു, എന്താപ്പത് ഇങ്ങനെ ഒന്നായിട്ട് എണ്ണടിച്ചു വെക്കണല്ല, 30-ാം തീയതിക്ക് ശേഷം വൻ അട്ടിമറിയ. ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രി രാജിവെച്ചു പോകേണ്ടി വരുമെന്ന്. ഒരു മുസ്ലിയാർ, ഒരു സമസ്തയുടെ നേതാവ് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് പറയുന്ന സംസ്കാരം കണ്ടോ നിങ്ങൾ? ഇയാള് പറയാ 30-ാം തീയതി വരെ സർക്കാരിന് അവധി കൊടുത്തുകയാണ്. അതുവരെ ഞങ്ങൾ കാത്തിരിക്കണല്ലോ. ഞങ്ങളുടെ ഈ സമരത്തിന് മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ട്, അത് വന്നാ മതി. നിങ്ങൾ വിചാരിച്ചത് ഞങ്ങളെ സമ്മാനിത്തത്തിനൊക്കെ മുസ്ലിം ലീഗ് പിന്തുണക്കുന്നോ? അതുകൊണ്ടാണ് ഞങ്ങളുടെ മുത്തുമഹാനായ കാന്തപുരം ഉസ്താദ് അവர்கள் വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ കേൾപ്പിക്കും. ഉസ്താദ് പറഞ്ഞില്ലേ എന്ത്? ഈ തമ്മാടിത്തത്തിന് ഒറ്റ ബുദ്ധിയുള്ള ലീഗേന്റെ പിന്തുണ കിട്ടൂല. ഇനി വല്ല ലീഗേരും നിങ്ങളെ ഈ തമ്മാടിത്തത്തിന് പിന്തുണ തരികയാണെങ്കിൽ ലോകത്ത് ആ ലീഗിന്റെ അഡ്രസ് ഉണ്ടാവില്ല എന്ന് ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ പുലർന്നിരിക്കും. അത് ഞാൻ വളരെ ശക്തമായി ഇത്തരം പരിപാടികൾ നടത്തുന്നതുകൊണ്ട് ആർക്കാ ക്ഷീണമുള്ളത്? ഇവിടുത്തെ രാഷ്ട്രീയ സഹോദരങ്ങൾ അറിയണം, ഞങ്ങൾ രാഷ്ട്രീയം വിശദീകരിക്കുന്നില്ല. ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു വോട്ട് കിട്ടാനുള്ള പ്രയാസത്ര എന്ന് ഓരോ പാർട്ടിക്കാർക്കും തിരിയും. ഇവന്മാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കൊണ്ട് ആർക്കാ നഷ്ടം? ആർക്കാണ് ഇതിന്റെ നഷ്ടം വരുന്നത്? ഇത് ഈ പ്രദേശത്തെ മുസ്ലിം ലീഗുകാരും എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ പറയാം. കോട്ടുമല ബാപ്പൂലേര് പത്രമാധ്യമങ്ങളെ വിളിച്ചിട്ട് പറയാ, മീഡിയക്കാരെ വിളിച്ചിട്ട് പറയാ, 30-ാം തീയതി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പ്രവർത്തകർക്ക് ഞങ്ങൾ ആഹ്വാനമൊന്നും ചെയ്യണ്ട, ഞങ്ങൾ ഒരു ചെറിയ സമ്മതം കൊടുത്താൽ അവർ പ്രക്ഷോഭത്തിന്. അപ്പൊ നിങ്ങളെ ഈ അണികളെന്താ കലാപകാരികളോ? നിങ്ങളുടെ അണികളെന്താ ഈ കലാപകാരികളോ? ഇതൊക്കെ ഇവിടുത്തെ നിഷ്പക്ഷമായിട്ട് ഞാൻ വികാരപരമായിട്ട് പറയുന്നു, നിങ്ങൾ വിചാരിക്കരുത്. ഇതിന്റെ പിന്നെ വിഡ്ഢിത്തരങ്ങൾ ആലോചിച്ച് നോക്കണം. എവിടേക്കാണ് ഈ സമസ്ത ഈ സമൂഹത്തെ സമുദായത്തെ നയിക്കുന്നത്? നിങ്ങൾ ദയവ് ചെയ്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളെ സമസ്തയാണെന്ന് പറയരുത്. പാനായി കുലബ്രഹ്മ മുസ്ലിയാരെ പാരമ്പര്യമുണ്ടെന്ന് പറയരുത്. കണ്ണിയത്ത് ഉസ്താദ് നിങ്ങളുടെ മുൻഗാമിയാണെന്ന് പറയരുത്. നിങ്ങൾ ആ മാതൃകയിൽ നിന്ന്, ആ മാതൃകയിൽ നിന്ന്, ആ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ വഴി ദൂരം അകന്ന് സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോട്ടുമല ബാപ്പു മുസ്ലിയാരെ വെളിപ്പെടുത്തൽ നിങ്ങളൊന്ന് കേട്ടോ.